Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓർ കൺസെപ്റ്റ്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോമ്പൗണ്ടിങ്, രണ്ടാമത്തത് ഡിസ്കൗണ്ടിങ്. അങ്ങനെ രണ്ട് ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. Compounding is the process or technique of finding the future value of present cash flow. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഫ്യൂച്ചറിലെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു 2 വർഷക്കാലം യുവർ പാരൻസ് ഡെപ്പോസിറ്റ് എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി ഇൻ എ ബാങ്ക് ഫോർ പീരീഡ് ഓഫ് 2 ഇയേഴ്സ്. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴേ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 ഇയേഴ്സ്, ആ 2 വർഷം കഴിയുമ്പോൾ ബാങ്ക് വുഡ് പേ ദ കോമ്പൗണ്ടഡ് എമൗണ്ട്. അപ്പോൾ ബാങ്ക് എന്താ തരിക നമുക്ക്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുകയും അതിന് ആ 2 വർഷക്കാലം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഇപ്പം തന്നെ ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പം 2 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റ് ക്യാഷിൻ്റെ ഫ്ലോ ഫ്യൂച്ചറിൽ എന്ത് വാല്യൂ കൊടുക്കും എന്നത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. വി ഫൈൻഡ് ഔട്ട് അറ്റ് പ്രസൻറ്റ് ഹൗ മച്ച് എമൗണ്ട് വി ഷാൽ ഗെറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴേ അറിയാൻ സാധിക്കും. ദ ടെക്നിക് ഓർ പ്രോസസ് ഓഫ് കോമ്പൗണ്ടിങ്. ഈ കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്കത് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോ എന്താണെങ്കിലും അതിനെ നമ്മൾ ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് അറിയാൻ തിരിച്ച് ഇവിടെ നമ്മൾ പ്രസൻറ്റിലുള്ളത് ഫ്യൂച്ചറിലേക്ക് കാണാൻ കോമ്പൗണ്ടിങ്ങും ഫ്യൂച്ചറിലുള്ള വാല്യൂ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിസ്കൗണ്ടിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും എന്ന് പറയുമ്പം ആ 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 10 ലക്ഷത്തിന് ഇന്ന് നമുക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും ഇന്നത്തെ വാല്യൂ എന്ന് കണക്കാക്കുന്നതിനെയാണ്. ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നതെങ്കിൽ കോമ്പൗണ്ടിങ്ങും, വലുതിൻ്റെ ഇത് തന്നിട്ട് പ്രസൻ്റ്ലി കാണാനാണ് പറയുന്നത് ഡിസ്കൗണ്ടിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അറിയണമെങ്കിൽ നമുക്ക് അവിടെ പഠിക്കേണ്ട ഒരു ടേമാണ് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ക്യാഷ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, പൈസ വരുന്നതും പോകുന്നതും, അതിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ, അതായത് ഒറ്റ സിംഗിൾ എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഫ്യൂച്ചറിൽ എന്ത് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. എഫ് വി ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. എഫ് വി ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ. ഇവിടെ എഫ് വി പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, അതായത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്, നമുക്കത് കഴിയുമ്പം എത്ര എമൗണ്ട് കിട്ടുന്നുള്ളത്. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്, ഈ വർഷത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ തുകയാണ് പി എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് വിച്ച് കോമ്പൗണ്ടിങ് ഈസ് ഡൺ. എത്ര ശതമാനത്തിനാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് തരുന്നതെന്നുള്ളതും എത്ര വർഷം കഴിയുമ്പോൾ നമുക്കത് കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്നുള്ളതാണ് ഇവിടെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ ₹10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 ഇയേഴ്സ് അറ്റ് 8% ഇൻട്രസ്റ്റ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാങ്കിൽ ഇടുന്നതെന്ന് വിചാരിക്കുക. 3 വർഷത്തേക്കാണ് നമ്മളത് ഇടുന്നത്. അപ്പോൾ ബാങ്ക് നമുക്ക് അതിന് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8% തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ, അതായത് 10,000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയാം. നമുക്കിപ്പോൾ തന്നെ കണക്കാക്കാൻ പറ്റും. അതാണല്ലോ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അവിടെ എഴുതാം. പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ എഴുതാം. പി എന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക, അത് 10,000 ഇൻറ്റു 1 സെയിം തന്നെയാണ്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്? 3 വർഷത്തേക്ക്. അതാണ് ഇവിടെ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 10,000 അങ്ങനെ തന്നെ എഴുതുന്നു. ബ്രാക്കറ്റിൽ 1 പ്ലസ്
8% എന്ന് പറഞ്ഞാൽ എന്താ 8/100 ആണ്. 8/100 നമ്മൾ പോയിന്റിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? 0.08 ആണ്. ഇൻറ്റു 3 പ്രാവശ്യം എഴുതണം, ശരിയല്ലേ? 3 വർഷത്തേക്കല്ലേ കാണുന്നത്. ഇത് 1ാമത്തെ വർഷം, ഇത് 2ാമത്തെ വർഷം, ഇത് 3ാമത്തെ വർഷം. അങ്ങനെ 3 തവണ എഴുതുമ്പോഴാണ് നമുക്ക് ആ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കതിനെ വളരെ ഷോർട്ടാക്കി എഴുതുമ്പോൾ എങ്ങനെയാവും? 10,000 ഇൻറ്റു ഈ 1 പ്ലസ് 0.08 എന്താണ്? 1നോട് കൂടി ഇത് ആഡ് ചെയ്യുന്നു. അപ്പോൾ 1.08 എന്നാണല്ലോ പറയുക. അത് ഇൻറ്റു വീണ്ടും അതേപോലെ തന്നെ ആ എമൗണ്ട് 3 വട്ടം എഴുതിയത് ഇൻറ്റു ചെയ്യാം. അങ്ങനെ ഈ 10,000 ഇൻറ്റു ഈ 3 എണ്ണം മാത്രം ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് 1.259712 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ 10,000നെ ഈ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന എമൗണ്ടുമായി വീണ്ടും നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് 12,597 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8% ഇൻട്രസ്റ്റിന് 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുകയാണ് ഈ 12,597 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ഇവിടെ നമുക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു സമയം ലാഭിക്കാനും നമ്മുടെ എഫേർട്ട് ലാഭിക്കാനൊക്കെയാണ് നമ്മൾ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് വാല്യൂ ടേബിളിനെ പറയുന്ന പേരാണ് ടേബിൾ 3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിളിൽ കൃത്യമായിട്ട് കോമ്പൗണ്ട് വാല്യൂ തരുന്നുണ്ട്. 1 ആഫ്റ്റർ n years ഫോർ വൈഡ് റേഞ്ച് ഓഫ് കോമ്പിനേഷൻ. ഒരുപാട് വർഷങ്ങളിലേക്ക് വേണ്ടതൊക്കെ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ₹1 at 8% per end of the 3 years. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ₹1 നമുക്ക് 8% ഇൻട്രസ്റ്റിന് 3 വർഷം കഴിഞ്ഞാൽ കിട്ടേണ്ട തുക എന്ന് പറയുന്നത് 1.260 ആണ്. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടേബിൾ 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ ആ ടേബിൾ 3 ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലത്തെ വാല്യൂ ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ടേബിൾ 1 ഉണ്ട്, ടേബിൾ 2 ഉണ്ട്, ടേബിൾ 3 ഉണ്ട്, ടേബിൾ 4 ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ട് വാല്യൂ കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ടേബിൾ 3 ആണ്. ഈ ടേബിൾ 3 പ്രകാരം നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താ? ₹1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും 3 വർഷം കഴിഞ്ഞാൽ 8%ആണെങ്കിൽ എത്രയാണെന്ന് അറിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കോളം ഇയർ ആണ്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ 3 വർഷമല്ലേ, അപ്പോൾ 3 എന്ന് എടുക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് 8% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ 8% ഇവിടെ ഉണ്ട്. അപ്പോൾ 1, 2, 3 മൂന്നാമത്തെ വർഷം വരുമ്പോൾ എത്രയുണ്ട് വാല്യൂ? 1.260. അപ്പോൾ ഇങ്ങനെ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻറ്റു ചെയ്യണതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മളിപ്പോൾ ഈ 3 തവണ എഴുതി ഇൻറ്റു ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോൾ സമയം ഒരുപാട് പോയി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം? 10,000നെ അതിൻ്റെ വാല്യൂ 1.25 എന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ ടേബിളിൽ 1.260 ആണെന്ന് കണ്ടു. അത് ഡയറക്റ്റ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 12,600. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ എന്നല്ലേ? 12,597 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു എമൗണ്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 597 എന്ന് പറയുമ്പം അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതുമ്പോൾ 97 കഴിഞ്ഞാൽ 3 കൂടി കൂട്ടി 600 ആയി. അപ്പോൾ നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം എന്ന് മാത്രം. അങ്ങനെയാണ് 12,600 വരുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എമൗണ്ട് കണ്ടിന്യൂസ്ലി 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ കാര്യമാണ്. ഇനി രണ്ടാമത്തേൽ പറയുന്നതിനാണ് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ പലതവണ ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ എന്താ? വർഷം അവസാനമാണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ്ങിൽ വരുമ്പോൾ എന്താ? ഇപ്പോൾ ഒരു വർഷം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ മാസവും ചിലപ്പോൾ കോമ്പൗണ്ടഡ് മന്ത്ലി ചെയ്യുന്നുണ്ടാവും ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ്? വീണ്ടും ഇരട്ടിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ നിലവിലുള്ള എമൗണ്ടും ആ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയതിൻ്റെ ആയിരിക്കും അടുത്ത 3 മാസം കഴിയുമ്പോൾ കൊടുക്കുക. അങ്ങനെ വരുമ്പം നമുക്ക് ഈ ഫൈനൽ കിട്ടുന്ന എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ കൂടി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. Such a case, formula used for annual compounding requires necessary adjustment. Compounding is half yearly. Interest is paid twice a year but at the half annual rate. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ വർഷം അവസാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ്ങിൽ വരുമ്പം എല്ലാ 6 മാസവും കൊടുക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കുക? 6 മാസം കൂടുമ്പോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ
എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത്, സപ്പോസ് 10% ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ 5% ആയിരിക്കും ആദ്യത്തെ 6 മാസം കൊടുക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ 6 മാസം ആകുമ്പോഴേക്കും എന്താണ് വീണ്ടും 5% കൊടുക്കും. അപ്പോൾ കണക്ക് പ്രകാരം എന്താ വർഷാവസാനം ആകുമ്പോഴേക്കും 10%. പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ 6 മാസത്തിൽ തന്നെ 5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുകയും ആ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി കൂട്ടിയതിൻ്റെ മുകളിലാവും അടുത്ത 5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാണാം. അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ടും കൂടി അവിടെ അധികം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് എഫ് വി ഈക്വൽ ടു പി ഇൻറ്റു 1+r. സെയിം മോളത്തെ ഇക്വേഷൻ വരെ എഴുതുക. ബൈ എം കൂടി ഇവിടെ വരുന്നുണ്ട്. ഹോൾ റേസ് ടു എം ഇൻറ്റു എൻ ആണ് പറയുന്നത്. എം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടൈംസ് ഫോർ വിച്ച് കോമ്പൗണ്ടിങ് ഈസ് ടു ബി ഡൺ ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര തവണ കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ക്വാർട്ടർലി ആണ്, എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കൊടുക്കേണ്ടി വരും? 4 തവണ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എത്ര തവണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു എത്ര വർഷത്തേക്ക് കൊടുക്കുന്നു, അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹാഫ് ഇയർലി കൊടുക്കാം, ക്വാർട്ടർലി കൊടുക്കാം, മന്ത്ലി ഒക്കെ കൊടുക്കാം. അപ്പോൾ എത്രയാണോ ടോട്ടൽ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഒരു വർഷത്തേക്കാണ് ഈ 12% എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാഫ് ഇയർലി ആകുമ്പോൾ എന്താവും? 6% വരും. അല്ലെങ്കിൽ 3% മാറുക. അപ്പോൾ 4 ക്വാർട്ടർലി ആകുമ്പോൾ 4 തവണ കൊടുക്കും. അപ്പോൾ 12/4 ചെയ്യുമ്പോൾ 3% ഓരോ ക്വാർട്ടറിലും നമ്മൾ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുകൂടി ഒരു പ്രോബ്ലം ചെയ്യാം. സെയിം പ്രോബ്ലം തന്നെയാണ്. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു 3 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റിന് കേട്ടോ. സെയിം പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ആനുവലി നമ്മൾ കോമ്പൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടും ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എ ഈക്വൽ ടു പി ഇൻറ്റു 1+r/m ഹോൾ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ പി എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 1 എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുതി. 6 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 8% പറയുമ്പോൾ എങ്ങനെ എഴുതാം? 0.08 ആണ് അല്ലേ. 8/m എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ബേസിസ് ആണ്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. അപ്പോൾ ക്വാർട്ടർ ആകുമ്പോൾ 4 തവണയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 8%-ന് 8/4 പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 + 0.08/4 4 തവണയല്ലേ. ഹോൾ റേസ് ടു എത്ര തവണയാണ്? 4 ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. ഇങ്ങനെയാണ് അത് എഴുതുമ്പോൾ വരിക. അപ്പോൾ 10,000 ഇൻറ്റു 1 + 0.08/4 എന്ന് പറയുമ്പോൾ എന്താവും? അത് അവിടെ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 0.02 എന്ന് വരും. ഇവിടെ 4 ഇൻറ്റു 3 എന്ത് വരും? ഹോൾ റേസ് ടു 12 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ 10,000 ഇൻറ്റു 1 + 0.02നെ എന്ത് നമുക്ക് പറയാം? 1.02 എന്ന് പറയാം. ഹോൾ റേസ് ടു 12 വരും. അപ്പോൾ ഈ 1.02ൽ 12 നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ടേബിളിൽ 1.26824 എന്ന് കിട്ടും. അപ്പോൾ അത് ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ നമുക്കിവിടെ അറിയാമല്ലോ എമൗണ്ട് ഇതാണ് വരുന്നതെന്നുള്ളത്. ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ 12,682. അപ്പോൾ ഇതൊരു ടേബിൾ വാല്യൂവിൽ വെച്ച് നമുക്ക് നോക്കുമ്പം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1.268 എന്നാണ് അവിടെ കിട്ടുന്നത്. കാരണം 2%-ലല്ലേ നമുക്ക് വരുന്നത്. 8/4 എന്ന് പറയുമ്പോൾ അവിടെ 2 ആണ് വരുന്നത്. അപ്പോൾ 2% നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് കോമ്പൗണ്ട് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ആ 2% നമുക്കവിടെ അത് കാണാൻ സാധിക്കും. ഈ ടേബിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം? നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ 12,600 ആയിരുന്നു. ഇവിടെ 12,680 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 80 റുപ്പീസിൻ്റെ ഡിഫറൻസ് വന്നതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോൾ ആക്കി മാറ്റിയത് കൊണ്ടാണ്. ആ ഇൻട്രസ്റ്റിനെയും കൂടി കണക്കാക്കിയിട്ടായിരിക്കും അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വേരിയേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് കോമ്പൗണ്ടിങ് പീരീഡും മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പഠിക്കേണ്ടത് ഡബിളിംഗ് പീരീഡ് എന്താണെന്നുള്ളത്. ഡബിൾ ആവുക, അതായത് നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട്
ആ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അത് ഡബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് ദ ഡബ്ലിംഗ് പീരീഡ്. ഡബ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് പീരീഡ് വിച്ച് ആൻ എമൗണ്ട് ബിക്കംസ് ഡബിൾ അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കിപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പറയുകയാണ് 8% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം ഈ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും ആ എമൗണ്ട് ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടേബിൾ 3 തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ടേക്സ് അബൌട്ട് 9 ഇയേഴ്സ് ടു ഡബിൾ അറ്റ് 8% ആൻഡ് 6 ഇയേഴ്സ് അറ്റ് 12%. 8% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 9 വർഷം എടുക്കും എന്നുള്ളതും 12% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 6 വർഷം കൊണ്ടും നമുക്ക് ഈ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡബ്ലിംഗ് പീരീഡ് 2 തരത്തിൽ ഡിറ്റർമിൻ ചെയ്യാറുണ്ട്. ഒന്ന് റൂൾ 72 പ്രകാരം അല്ലെങ്കിൽ റൂള് 69 പ്രകാരം. അപ്പോൾ 72 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡബ്ലിംഗ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 72 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാം. അല്ല 69 റൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 0.35 പ്ലസ് 69 ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തരത്തിലൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇഫ് എ ഡെപ്പോസിറ്റ് ആൻ എമൗണ്ട് ഓഫ് rupees 10,000 at a 6% interest. In how many years will this amount double? Work out the problem by using rules 72 and 69. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന ഒരാൾ 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 6% ഇൻട്രസ്റ്റ് ആണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ശതമാനം ഇൻട്രസ്റ്റിൽ 10,000 രൂപ ഡബിൾ ആയിട്ട് കിട്ടാൻ 20,000 ആയിട്ട് കിട്ടാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷം വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളവിടെ 2 റൂള് അപ്ലൈ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൂള് നമുക്ക് റൂൾ ഓഫ് 72 എടുക്കാം. ഡബ്ലിംഗ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 72 ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 72 ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6% ആണല്ലോ. 72 ബൈ 6 ചെയ്യുമ്പം 12 ഇയേഴ്സ് വരും. അതായത് 12 വർഷം എടുക്കും ഈ 10,000 രൂപ 20,000 ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി റൂള് 69 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇക്വേഷൻ എന്താ? 0.35 പ്ലസ് 69 ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 69 ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11.85 ഇയേഴ്സ് തന്നെയാണ് വരുന്നത്. അതായത് 11 വർഷവും 8 മാസവും എന്നുള്ളൊരു കാലയളവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 69 ബൈ 6 ചെയ്യുക ആദ്യം. ആ കിട്ടുന്നതിനെ കൊണ്ട് നമ്മൾ ഈ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 11.85 കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും നോക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരൊറ്റ പോയിന്റ് കൂടി വരുന്നത് ഫൈൻഡിങ് പീരീഡ് ആണ്. ചില സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പം കറൻ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടും ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോവും തന്നിരിക്കുന്ന ഗിവൺ റേറ്റിൽ എപ്പോഴാണ് ഈക്വൽ ആയിട്ട് മാറുന്ന അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര വർഷം എടുക്കും അത് രണ്ടും തുല്യമായിട്ട് മാറാൻ വേണ്ടിയിട്ടതാണ് നമ്മൾ ഫൈൻഡിങ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മിസ്സസ് ആഷ took a loan of rupees 2 lakh at the rate of 8% per annum. In how many years can she repay the loan if she plans to pay rupees 40,000 at the end of each year? ഓരോ വർഷം അവസാനവും 40,000 ആണ് അടയ്ക്കുന്നത് വിചാരിക്കുക. 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഉള്ള 2 ലക്ഷം എന്ന് പറയുന്ന 40,000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്, അതായത് ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ലക്ഷം ബൈ 40,000 ചെയ്യുമ്പോൾ 5 വരുന്നത്. അപ്പോൾ എത്ര വർഷം എടുക്കും എന്നാണ് പറയുന്നത്? 5 വർഷം കൊണ്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് പറയുന്നത്. ഹൗ മെനി ഇയേഴ്സ് ക്യാൻ ഷീ റീപേ ദ ലോൺ? ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യുമ്പം ഏകദേശം 5 വർഷം എടുത്തിട്ട് വേണം ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി കവർ ചെയ്ത ഒരു എമൗണ്ട് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കാരണം 40,000 രൂപ അങ്ങനെ 5 വർഷം അടയ്ക്കുമ്പോൾ 2 ലക്ഷമാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടേബിൾ 3 എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ ആണെന്നുള്ളതും അത് വെച്ച് ചെയ്യേണ്ട വിധമൊക്കെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉണ്ട്. അത് നോക്കിയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചില സമയത്ത് ഇതിൻ്റെ വാല്യൂസ് ഡയറക്റ്റായിട്ട് തരും, എന്തായാലും കോമ്പൗണ്ടിൻ്റെ വാല്യൂ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വാല്യൂസ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമാണ് ഇവിടെ
കവർ ചെയ്തത് കോമ്പൗണ്ടിങ്ങും അതുപോലെ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ്ങും ഡബിളിംഗ് പീരീഡും അതായത് ഫൈൻഡിങ് പീരീഡ് ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്